ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളെ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിരുന്നു. കണ്ട നമ്മളെ താറ് റോക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ട് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു വണ്ടി ഇരിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, സൂപ്പറ MK5 ആണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ ഈ ബ്രോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആൾ പറഞ്ഞ് സൂപ്പറ വാങ്ങിക്കണമെന്ന്. അപ്പോൾ നമ്മൾ സൂപ്പറാണ്ട് ഇറക്കി. ചെക്കൻ പറഞ്ഞ സബ്സ്ക്രൈബർ പറഞ്ഞാൽ നമുക്കൊന്നുമില്ല ഗൈസ്. നിങ്ങളെന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യും. ആ ബ്രോ മാത്രം കമൻറ്റ് ചെയ്തുള്ളത് കൊണ്ട് ആ ബ്രോ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. സൂപ്പറാ, വേറെ ലെവലാണ് ഈ വണ്ടി. ഞാൻ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ഈ സൂപ്പറ വൈറ്റ് കളർ തന്നെ ആക്കി. നിങ്ങൾക്ക് ഈ വൈറ്റ് കളർ വേണോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് കളർ അടിക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വൈറ്റ് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏത് കളർ അടിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സൂപ്പറ വേറെ ലെവലാണ്. ഇൻറ്റീരിയറൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. നമ്മളെ വീടും വൈറ്റാണ്, നമ്മളെ താറ് റോക്സ് വൈറ്റാണ്. അപ്പോൾ അത് നമ്മളെ സൂപ്പറ വൈറ്റാണ്. ഇനി ഏതൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വൈറ്റ് ആക്കിയാലാന്നൊരു ആഗ്രഹമുണ്ട്, കളർ കോഡ്. അപ്പോൾ വൈറ്റൊക്കെ അടിക്കുമ്പോൾ വണ്ടികൾ മാരക ലുക്കാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അതിന് വൈറ്റ് അടിച്ചത്. അല്ല ഇത് ആരെയും നേരത്തെ വിളിക്കണത്. ഇത് നമ്മൾ അന്തർമാനക്കല്ലേ ചെങ്ങായി, നമ്മളായിട്ടൊന്നും വിളിക്കാത്തല്ല. എന്താണെന്നൊന്ന് എടുത്തു വെക്കാം. ഹലോ അന്തർമാനക്ക പറയ്. അന്തർമാനക്കല്ല, അന്തർമാനെ പറയ്. ഓടോ പിന്നെ ഞാൻ വിളിച്ച വേറൊന്നല്ല, ഞാൻ പുതിയ താറെടുത്തിട്ടുണ്ട്. നമുക്കൊരു റേസ് വെച്ചേക്കില്ല, ഡ്രാഗ് റേസ്. ഡ്രാഗ് റേസാ വെക്കണമെങ്കിൽ വെക്കാം. ഇന്ത്യക്കുള്ള താറ് റോക്സ് ആണ്. ഓക്കളൊന്നും നീ വേഗല്ലേ ജൂറാസിക് പാർക്കിന്റെ അടുക്കുക, ഞാൻ അവിടെ കാണും. നമുക്ക് എന്നിട്ട് അവിടെ ഒരു ഡ്രാഗ് റേസ് സെറ്റാക്കാം, ആ ബീച്ച് വരെ. അതിനെന്താ പറയാ, ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ വരാം. അല്ല പിന്നെ എൻ്റെ ഈ പേട്ട താറിനൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉള്ള താറ് റോക്സ് ആണ്. നമുക്ക് കാണാം, നീ വേഗം ഒന്ന് അങ്ങോട്ടേക്ക് വാ. എന്നാ ശരിയടാ. അല്ല കൈസ്, നമ്മളെ വെല്ലു വിളിച്ചോനി വായോ പറഞ്ഞിട്ട്. നമ്മളാണ് ഓനെ വെല്ലു വിളിച്ചത് പേട്ട താറെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ കഴുകി വെച്ചിട്ടുള്ളൂ. എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടല്ലേ. ഇനി റേസിനൊക്കെ പോയി വന്നുള്ള പൊടിയൊക്കെ ആവൂലേ. പിന്നെ വീണ്ടും കഴുകേണ്ടി വരും. അന്ന് നമുക്ക് സീനില്ല, വണ്ടിയിൽ AC കണ്ടിട്ടാ പറക്കാം. ഓ സ്വിമ്മിംഗ് പൂളിൽ പോയി പോയല്ലേ. അത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ക്യാഷ് കൊടുത്തല്ല, ജസ്റ്റ് തട്ടിയെടുത്തതാണ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒക്കെ നിന്നാണ് ഈ വണ്ടി ഞാൻ തട്ടിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തന്നെ കാണുക. ഞാൻ അവിടെ ഐക്കാർഡിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് നേരെ ജൂറാസിക് പാർക്കിൻ്റെ അവിടേക്ക് പോവാട്ടാ. നമ്മൾ അന്തർമാൻ അതാ വരുന്നു. എടാ എവിടെ ഇരുന്നറാ? ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാളാ. നമുക്കിന്ന് റേസ് ആണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓളോ ഒന്ന് വേഗം റേസ് സ്റ്റാർട്ട് ചെയ്യും. എനിക്കെന്റെ വണ്ടിനെ പൊട്ടിക്കാണ്ട് ഒരു ഇതില്ല, ഒരു ആശ്വാസമല്ല. എന്നാ നമ്മക്കിപ്പോൾ കാണാം ആരാ ജയിക്കൂലേന്ന്. ഓളോ നമുക്ക് കാണാം. എന്നാ വേഗം വണ്ടി എടുത്തോ, ഞാൻ അപ്പോൾ വണ്ടി കയറട്ടെ. ഓളോ നമുക്ക് നോക്കാം, ഞാൻ വേഗം പോയി വണ്ടി കയറട്ടെ. ഗൈസ് നമ്മളെ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അല്ല പിന്നെ നമ്മളെ അന്തർമാൻ വരുന്നുണ്ട് ബാക്കിൽ. എടാ അന്തർമാൻ്റെ വണ്ടി നല്ല പവർ ഉണ്ടല്ലോ ഗൈസ്. നമ്മളെ വണ്ടിന് അന്തർമാൻ്റെ വണ്ടി വെട്ടിക്കുവോ എനിക്കറിയില്ല ഗൈസ്. അന്തർമാൻ്റെ വണ്ടിക്ക് നമ്മളെ കാട്ടി പവർ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ എന്ത് പെട്ടെന്ന് അപ്പുറത്തേക്കൊക്കെ എത്തുന്നു. എടാ ഇവൻ വല്ല വണ്ടിയിൽ വല്ല രൂപമാറ്റം വരുത്തിയോ? എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഗൈസ്. ഇവൻ വണ്ടിയിൽ വല്ല ഇതും വെച്ചാന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം നല്ല പറഞ്ഞിട്ട് അവൻ പോണത്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ലട്ടാ. അവൻ വണ്ടിയിൽ എന്തെങ്കിലും കാട്ടിയോ ആവട്ടാ, നമുക്ക് നോക്കാം. ഓനപ്പുറത്തേക്ക് എത്തി. നമ്മൾ ഇവിടെ തന്നെ ഇപ്പോഴും നിൽക്കണ്. എടാ ഇവന് വണ്ടിയിൽ എന്തോ കാട്ടിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ഈ ഡോറിന് എന്തോ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. കുറേ നേരം അങ്ങോട്ടും കൂടി അടിക്കണ്. ഓക്കെ ഗൈസ്, ഓൻ ഫിനിഷിങ് ലൈന് കടന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തോ വണ്ടിയിൽ കാട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ വണ്ടി ഒന്ന് റേസ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, നമ്മൾ അവൻ്റെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത്. ഗൈസ് നൈസായിട്ട് നമ്മൾ അന്തർമാനായിട്ടുള്ള റേസിൽ പൊട്ടിയേക്കാണ് കേട്ടാ. എന്ത് നാണക്കേടാണ് ഗൈസ്. ഇനി അവൻ്റെ മുന്നിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. എന്നാലും മഹേന്ദ്രയുടെ താറ് റോക്സ് ഇങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവന്മാരെന്തിനാ പിന്നെ ഈ വണ്ടി ഇറക്കിയത് ഇത്തിരി പവർ കൂട്ടിയെന്നും പറഞ്ഞിട്ട്. എനിക്ക് തോന്നണേ ഓൻ്റെ വണ്ടി ഇത് നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. വണ്ടിയിൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കാരണം ഇവിടുത്തെ പോലീസുകാരൊക്കെ ഇത്തിരി വിഷക്കാണ് കേസ്, MVD-മാരൊക്കെ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്നുണ്ട് കേസ്, പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓനെ വണ്ടിയിൽ എന്തോ കാട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് അന്തർമാൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവൻ വീട്ടിലോട്ട് നേരത്തെ പോയിരിക്കണ്. എനിക്ക് തോന്നുന്നു ഓൻ എൻജിൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാ. ഓനെ എന്തോ കാട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഈ താറിന് ഈ താറിനൊന്നും പിടിച്ച് കാണിട്ടില്ല ഗൈസ്. ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് ഡ്രാഗ് റേസ് ഒക്കെ ആ താറ് വെച്ചിട്ട്. അതിലൊക്കെ അവൻ പൊട്ടി, ആ താറാണ് പൊട്ടിയത്. പക്ഷെ നമ്മളെ ഈ താറിന് പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കട്ടാ ഗൈസ്.
ഞാനിപ്പോൾ അതാ നമ്മൾ അന്തർമാൻ്റെ ഒക്കെ ഉള്ള പോലത്തെ താറ് തന്നെ എടുത്തിട്ടുണ്ട്. സെയിം തന്നെ, ഒരു രൂപമാറ്റം പോലും വരുത്തിയിട്ടില്ല. അപ്പോൾ ഓൻ്റെ താറ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഈ താറിൻ്റെ സൗണ്ട് കേട്ടോ, ഞാൻ ഒന്ന് റേസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട, നിങ്ങൾ ഈ താറിൻ്റെ സൗണ്ട് ഒന്നും ശ്രദ്ധിച്ചില്ലേ? എനിക്കൊന്നും ഓന് വീട്ടിലില്ല. ഓൻ ഉണ്ടെങ്കിൽ ഓൻ്റെ ബൈക്ക് കാണും. നമ്മൾ ഈ താറിൻ്റെ കീ എടുത്തിട്ടുണ്ട്. ഇനി ഓൻ്റെ താറിൽ ഇതേ കീ ഇട്ടിട്ട് തന്നെ നമുക്ക് ഒന്ന് ഇതാക്കി നോക്കാം. പെയിൻറ്റിന് വരെ വ്യത്യാസമല്ലേ ഗൈസ്. ഇത് രണ്ടവിടെ കൊണ്ടുവച്ച് കൊടുത്ത് ഓനിക്ക് ഡൗട്ട് വന്നു ഏതാ ഓൻ്റെ താറിന്ന്. ഇവൻ്റെ താറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കീ വെച്ചിട്ട് തന്നെ തുറന്നു നോക്കാം. താറിന് കീ ഒന്നും മാറ്റില്ല, അതേ കീ തന്നെയാണ് ഈ താറിന് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് റേസ് ചെയ്ത് നോക്കാം. ആ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് അപ്പളേ ഡൗട്ട് തോന്നി. ഓൻ്റെ വണ്ടി മോഡിഫൈഡ് ആണ് ഗൈസ്. ഓൻ്റെ എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. വെറുതെ അല്ല, ഞാനും താറ് റോക്സ് ഇങ്ങനെ ട്യൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ പൊടി പോലും ഇവിടെ കിട്ടിയിരുന്നില്ല. അല്ല, നമ്മളെ പൊടി പോലും ആ ഡ്രാഗ് റേസിൽ കിട്ടിയിരുന്നില്ല. എന്നിട്ട് ഓനെ കള്ളക്കളി കളിച്ചിരിക്കണം ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കിത് ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും അവൻ എന്നോട് ഈ ചതി കാണിച്ചു ഗൈസ്. അതുകൊണ്ട് ഇത് ചെയ്തല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് ഇത്തിരി മാറി നിന്നാണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. എവിടെ? ഓക്കെ, ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഓൻ്റെ താറ് ഞാൻ ഇവിടുന്ന് പരിപ്പളക്കാൻ പോവുകയാണ്. അല്ല പിന്നെ നമ്മളോട് ഓൻ്റെ കളി അല്ല, പിന്നെ അത്രേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും റേസിന് വന്നാൽ നമ്മളായിട്ട് കള്ളക്കളി കളിച്ചാൽ ഞാൻ ഇതന്നെ ചെയ്യുള്ളൂ ഗൈസ്. ഇനി ഏത് പോലീസ് കേസ് വന്നാലും വേണ്ടില്ല. എന്നാലും അന്തർമാൻ എന്നോട് ഈ ചതി കാണിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഗൈസ്. എന്നിട്ട് ഓൻ പറയണത് ഓനൊന്നും ചെയ്തിട്ടില്ല താറുമ്മ. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഗൈസ്. എന്തായാലും നമ്മൾ ഈ റിവെഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് മതി ഗൈസ്. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. എന്നാൽ ബൈ ഗൈസ്.